ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബൊഗ്ഗുവെ ചാനൽ. അപ്പോൾ ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് റെക്കമെൻഡ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഭയം ഭക്തി ബഹുമാനം ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്ത് ദിലീപ്, ജനപ്രിയ നായകൻ ദിലീപിനെ പ്രധാന വേഷത്തിലെത്തിച്ച് കൂടെ വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ എത്തുന്ന സിനിമയാണ്. ഡിസംബർ 18 റിലീസ് ചെയ്യുന്നത്. അതിന് മുമ്പായിട്ട് ഒരു ചെറിയൊരു അഴിഞ്ഞാട്ടം തുടങ്ങിയാലോ എന്നൊരു ചെറിയ വീഡിയോ ഞാനൊന്ന് റിയാക്ട് ചെയ്യാം. അത് കണ്ടിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങളും പറയാം. ആൻഡ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഗോകുലം ഗോപാലനാണ്. അപ്പോൾ വാ ഗൈസ്. പലരും പല കാര്യങ്ങളാണ് ഇയാളെ പറ്റി പറയുന്നത്. ഇവനെ തളർത്താൻ എന്താ ഒരു വഴി? തളർത്താൻ പറ്റില്ല. இந்த வாட்டி மிஸ்ஸே ஆகாது. ധനഞ്ജയ് ശങ്കർ, ഗോകുലം ഗോപാലൻ. അപ്പൊ ഞാൻ എന്തിനാണ് ഈ എന്താ പറയാ ഈ അഴിഞ്ഞാട്ടം തുടങ്ങിയാലോ ഗ്ലിംസ് റിയാക്ട് ചെയ്തതെന്നും കൂടെ ഞാൻ നിങ്ങളതിൽ പറയാം. സത്യം പറഞ്ഞാൽ എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന്റെ ടീസർ ഒരു 4 മാസം മുന്നേ ഇറങ്ങിയപ്പോൾ ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്ത് ദിലീപിന്റെ ഒരു തിരിച്ചുവരവാണ് എന്നൊക്കെ പറഞ്ഞ് ഒരു ടീസർ റിലീസ് ചെയ്തപ്പം ടു ബി ഓണസ്റ്റ് എനിക്ക് ടീസർ ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. കാരണം അതിൽ ഒന്ന് വിനീത് ശ്രീനിവാസന്റെ ഒരു ഓവറാക്കി ചളാക്കിയിട്ടുള്ള ഒരു ഡയലോഗ് അടിയും എക്സ്പ്രഷൻസും ഉണ്ടായിരുന്ന വന്നിരിക്കുന്ന നമ്മുടെ തന്തയാണ് എന്നൊക്കെ പറഞ്ഞ ഒരു ഡയലോഗ് അടിച്ച് ഒരു ഓവറാക്കി ചളാക്കി വിനീത് ശ്രീനിവാസന്റെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് എനിക്ക് തുടക്കം കണ്ടപ്പോൾ ആ ലുക്കിൽ ഒരു എനർജറ്റിക് ഒന്നും തോന്നിയില്ലായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, തുടക്കം ആ ടീസറിൽ കണ്ടപ്പോൾ എനിക്ക് ആ ലുക്കിൽ ഒരു എനർജറ്റിക് ഒന്നും തോന്നിയിട്ടില്ലായിരുന്നു. പിന്നെ ബാന്ദ്രയിലെ സെയിം അതേപോലെ ലുക്കും ഹെയർ സ്റ്റൈലും സെയിം സാധനം ഇരിക്കുന്ന പോലെയാണ് എനിക്ക് അന്ന് ഫീൽ ചെയ്തത്. പിന്നെ ഈ ഭബ്ബയ്ക്ക് എങ്ങനെയാണ് പെട്ടെന്ന് ഇത്രയും ഹൈപ്പ് കയറിയതെന്ന് ചോദിച്ചാൽ എനിക്ക് ഒറ്റ ഉത്തരവേ പറയാനുള്ളൂ. ലാലേട്ടൻ്റെ ക്യാമിയോ ഉണ്ട്, അല്ലെങ്കിൽ ലാലേട്ടൻ്റെ സ്പെഷ്യൽ അപ്പിയറൻസ് സിനിമയിലുണ്ട് എന്ന് അറിഞ്ഞ സമയം തൊട്ടാണ് ഭബ്ബയുടെ ഹൈപ്പ് പെട്ടെന്ന് അങ്ങ് 0 ലെവലിൽ നിന്ന് 100% ലെവലിൽ, നല്ല ഒരു ഓറ ലെവലിലേക്ക് വന്നിട്ടുള്ളത്. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവും. ഞാൻ അല്ല ചുമ്മാ ഒരു നെഗറ്റീവ് അടിക്കാൻ വേണ്ടി പറയുന്നതല്ല, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുള്ളതാണ്, ഇവരെല്ലാത്തിൻ്റെയും കൂടെ ലാലേട്ടൻ്റെ ഒരു ചെറിയൊരു ഇതും കൂടെ കയറ്റും. ഒരു ചെറിയൊരു ഇതായപ്പോൾ ഈ ഇതിലും തന്നെ ലാലേട്ടൻ്റെ ആ ഒരു ഡയലോഗായിട്ട് അടിച്ച് കയറ്റുക. പിന്നെ ഇൻ്റർവ്യൂസും കാര്യങ്ങൾ, ലാലേട്ടൻ ഉള്ള കാര്യങ്ങൾ, അങ്ങനെയൊക്കെ മൊത്തത്തിൽ ഒരു ലാലേട്ടൻ്റെ പേര് പറഞ്ഞാണ് ഈ സിനിമ എന്താ പറയുക ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇവർ ഇറക്കാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണ്. ലാലേട്ടൻ്റെ ഒരു പേര് നിങ്ങൾ പലപ്പോഴും ആലോചിച്ചാൽ മനസ്സിലാവും. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഗില്ലി റെഫറൻസ്, തളപതി വിജയുടെ ഗില്ലി റെഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ആലോചിച്ച എങ്ങനെയാണ് സംഭവം, ഇവർ എങ്ങനെയെങ്കിലും ഈ സിനിമ ക്ലച്ച് പിടിപ്പിക്കണം, അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ 4 ആൾ അറിയുന്ന രീതിയിൽ അറിയിക്കണം. അതുകൊണ്ട് ഇവരെന്തൊക്കെയോ ചെയ്തു കൂട്ടുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. ഈ തളപതി വിജയുടെ ബർത്ത്ഡേക്ക് അവർ ഒരു പോസ്റ്റർ റിലീസ് ചെയ്തു, ഹാപ്പി ബർത്ത്ഡേ പറയുന്നു. അപ്പോൾ അതുമായിട്ട് ആ ഒരു ടിപ്പിക്കൽ ഫാൻസിനെ ഇതിലോട്ട് വലിച്ചെടുക്കുന്നു. ലാലേട്ടനെ കയറ്റി ആ ഒരു ടിപ്പിക്കൽ ഫാൻസിനെ ഇതിലോട്ട് വലിച്ചെടുക്കുന്നു. ഇത്രയും നോക്കിയപ്പോഴും ഇതിലവർ ദിലീപിനെ ജനപ്രിയ നായകനെ കോൺസെൻട്രേറ്റ് ചെയ്തോ ഇല്ലയോ എന്ന് എനിക്ക് കാണുന്നില്ല. പിന്നെ ഈ അഴിഞ്ഞാട്ടം തുടങ്ങിയാൽ ആ ലാസ്റ്റ് മഞ്ഞ ഷർട്ട് ഇട്ട് വരുന്നതൊക്കെ ലുക്കൊക്കെ കൊള്ളാം. പിന്നെ ഓണസ്റ്റ് ആയിട്ടാണ് ഞാൻ പറയുന്നത്, ആ തുടക്കത്തിൽ ദിലീപിനെ കാണുമ്പോൾ ആ ഒരു എനർജറ്റിക് ആ മുഖത്ത് കാണുന്നില്ല, ഒരു ടയേർഡ് ഫേസ് ആയിട്ടാണ് കാണുന്നത്. എനിക്ക് മാത്രമാണ് അങ്ങനെ ഫീൽ ചെയ്തതെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് തോന്നിയോ ഇല്ലയോ എന്നൊന്ന് പറഞ്ഞേക്കും. കാരണം എനിക്ക് ഇപ്പോഴും അവർ ഈ പ്രൊഡക്റ്റ്, അതായത് ഈ സിനിമ വിറ്റുകൊണ്ടിരിക്കുന്നത് ലാലേട്ടൻ്റെ പേര് പറഞ്ഞിട്ടാണ്. ലാലേട്ടൻ്റെ സ്പെഷ്യൽ അപ്പിയറൻസിൻ്റെ ക്യാമിയോ ഉണ്ട്. ഇപ്പോഴും പല ആൾക്കാരും എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്നതും ലാലേട്ടനുള്ളത് കൊണ്ടാണ്. ടു ബി ഓണസ്റ്റ്, സത്യം പറയാലോ, ലാലേട്ടൻ്റെ ആ ക്യാമിയോ അല്ലെങ്കിൽ ലാലേട്ടൻ്റെ ആ ലോജിക്ക് ഇല്ലാത്ത ഒരു പരിപാടി ഉണ്ടെന്ന് ലാലേട്ടൻ തന്നെ പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് എല്ലാവരും എൻജോയ് ചെയ്യാൻ പറ്റുന്ന. അപ്പോൾ അതും ഏറ്റവും കൂടുതലായിട്ട് അതും കൂടെ ആലോചിച്ചിട്ടാണ് ഈ സിനിമ അവർ എന്താ പറയുക ഈ ഒരു പ്രൊഡക്റ്റ് വിൽക്കാൻ വേണ്ടി നോക്കുന്നത്. കാരണം ഈ സിനിമയിലുടനീളം തന്നെ ഇവരെപ്പോഴും മൊത്തത്തിൽ ദിലീപിനായിട്ട് കൊടുക്കുന്നില്ല, എവിടെയെങ്കിലും എന്തെങ്കിലും കുത്തിക്കയറ്റുകയാണ്. അപ്പോൾ ഇവരും എങ്ങനെയെങ്കിലും ഈ പടം ക്ലച്ച് പിടിപ്പിക്കണം,
അപ്പോൾ ഇവർ മുമ്പ് പറഞ്ഞ പോലെ ലോജിക്ക് നോക്കാതെ ചുമ്മാ നോക്കി കാണാനുള്ള ഒരു പടമാണ് ഇതെന്ന്. കാരണം പ്രത്യേകിച്ച് സ്റ്റോറിയും കാര്യങ്ങളൊന്നും കാണില്ല, ലോജിക്ക് നോക്കാതെ ഒരു മാസ് മസാല എന്റർടൈനർ പോലെ ഇറക്കാൻ ഉദ്ദേശിക്കുന്ന പടമാണെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഈ സിനിമയിൽ ഞാൻ ഇതുവരെ കണ്ടതിൽ വെച്ച് വളരെ കോൺസെൻട്രേറ്റ് ആയിട്ട് ജനപ്രിയ നായകൻ ദിലീപിനെ മാത്രമല്ല ഇവർ വയ്ക്കുന്നത്. ഇവർ കൂടെ തളപതി വിജയുടെ റെഫറൻസ് അതിപ്പോൾ ഈ എന്താ പറയുക റിലീസ് ചെയ്ത പോസ്റ്ററിലും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഹൈപ്പ് മാക്സിമം എങ്ങനെ കൂട്ടാം അതൊക്കെ ചെയ്യുന്നുണ്ട് അവർ. ആൻഡ് മോഹൻലാൽ സാറിൻ്റെ ലാലേട്ടൻ്റെ ആ ക്യാമിയോ സ്പെഷ്യൽ അപ്പിയറൻസ്, അപ്പോൾ പലപ്പോഴും എനിക്ക് അങ്ങനെയാണ് ഒരു ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാൻ ടീസറിലും അല്ലാത്തപ്പോഴും ജനപ്രിയ നായകൻ്റെ ആ ഒരു ഓറ അതായത് ഉണ്ട്, ബട്ട് എന്നാലും എനിക്കെന്തോ ഫേസ് ടയേർഡായിട്ടാണ് തോന്നുന്നത്. മുഖത്തിൽ ആ ഒരു എനർജി അല്ലെങ്കിൽ ആ ഒരു ഷൈനിങ് തോന്നുന്നില്ല. ഒരു എന്താ പറയുക, ഒരു വയ്യാത്ത പോലെ അല്ലെങ്കിൽ ഒരു എനർജറ്റിക് അല്ലാത്ത പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. അങ്ങനെയാണ് എനിക്ക് കണ്ടപ്പോഴൊക്കെ ഫീൽ ചെയ്തത്. ബട്ട് ഓവറോൾ എനിക്ക് തോന്നുന്നു ഈ ഹൈപ്പും കാര്യങ്ങളും അല്ലെങ്കിൽ ഈ മസാലയും കാര്യങ്ങളൊക്കെ വരുമ്പം നന്നായിട്ട് വർക്കൗട്ട് ആവും, സിനിമയൊക്കെ രക്ഷപ്പെടുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ജനപ്രിയ നായകൻ്റെ ഒരുപാട് സിനിമകൾക്ക് ശേഷം ഒരു നല്ല സിനിമ വരണമെന്ന് തന്നെയാണ് മലയാളികൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതൊരു എന്തായാലും സ്റ്റോറി വൈസ്ഡ് ആയാലും ഇല്ലെങ്കിൽ ഒരു നല്ലൊരു സിനിമ വരട്ടെ എന്ന് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. ജനപ്രിയ നായകൻ്റെ ഒരു തിരിച്ചുവരവും ഉണ്ടാവണം. പക്ഷെ ഞാൻ ഇപ്പോഴും ആലോചിക്കുന്ന പുള്ളിയുടെ ആ ഓറ വീണ്ടും തിരിച്ച് കിട്ടണം. പക്ഷെ എന്തോ എനിക്ക് ആ ട്രെയിലറിലും ടീസറിലും കണ്ട ആ തിരിച്ച് കിട്ടിയിട്ടില്ല. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയോന്ന് എനിക്കറിയില്ല. ആ മുഖത്തിന് ആ ഒരു ഷൈനിങ് കാണുന്നില്ല, അല്ലെങ്കിൽ ഒരു എനർജറ്റിക് ഇല്ല. ഇനി ക്യാരക്ടർ വൈസ് അങ്ങനെ ആയിരുന്നോണ്ട് അല്ലെങ്കിൽ റോൾ അങ്ങനെ അല്ലെങ്കിൽ മേക്കപ്പ് അങ്ങനെ ആണോ എന്നൊന്നും അറിയില്ല. എനിക്ക് എന്തോ പേഴ്സണലി ഫീൽ ആയിട്ട് പുള്ളിയുടെ ഒരു മുഖം ആ ഒരു ഷൈനിങ് ആയിട്ട് ഒരു എനർജറ്റിക് ആയിട്ട് തോന്നുന്നില്ല. ചിരിക്കുന്നുണ്ട്. അപ്പോൾ പലവരും പറഞ്ഞു വാളയാർ പരമേശ്വരത്തിനെ ഞാൻ കണ്ടു, ആ റൺവേയിൽ വാളയാർ പരമേശ്വരത്തിനെ ഞാൻ ഇപ്പോൾ കണ്ടടാന്ന്. എനിക്ക് വാളയാർ പരമേശ്വരത്തിനെ അവിടെ ഒന്നും കണ്ടതായിട്ട് എനിക്ക് തോന്നുന്നില്ല. വാളയാർ പരമേശ്വരത്തിൽ ദിലീപിൻ്റെ ആ ഒരു ഓറ ഉണ്ട്, ആ ഒരു ഡയലോഗ് ഡെലിവറി ഉണ്ട്, ആ ഒരു സ്പീച്ച് ഉണ്ട്, ആ ഒരു സ്വാഗ് സ്ക്രീൻ പ്രസൻസ് ഒക്കെ ഉണ്ട്, ആ ഒരു ഷൈനിങ്, ആ ഒരു ബ്രൈറ്റ്നെസ്, ആ ഒരു എനർജറ്റിക് ഒക്കെ അതിലുണ്ട്. പക്ഷെ ഇതിൽ അതില്ല. ഞാൻ ഇപ്പം കണ്ടതിൽ അതില്ല. പിന്നെ കുറച്ച് റോളും കാര്യങ്ങളൊക്കെ കൊള്ളാം, ബിൽഡപ്പുകളൊക്കെ കൊള്ളാം, അതൊക്കെ നന്നായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഒരു മാസ് മസാല എന്റർടൈനർ സാധനമാണ് നോക്കുന്നത്. ഒട്ടും ലോജിക്കില്ലാത്ത ചുമ്മാ കണ്ടിരിക്കാനും പ്രേക്ഷകർക്ക് എന്റർടൈനിങ് ചെയ്യാനുള്ള ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു എന്റർടൈനർ പടമായിട്ടാണ്. ഇതിൽ തളപതി വിജയുടെ ഒരു റെഫറൻസ് ഉണ്ടാവാം, പിന്നെ ലാലേട്ടൻ്റെ സ്പെഷ്യൽ അപ്പിയറൻസ് അതൊക്കെ വരുമ്പോൾ എന്തായാലും തിയേറ്ററിൽ കത്തും, അതിൽ വേറെ സംശയമൊന്നുമില്ല. ഇനി രണ്ടുപേരും ഒരുമിച്ചാണ് ഒറ്റ ഇതിലായിട്ട് വരികയാണ്, അതായത് ഒറ്റ വൈബിൽ ഒറ്റ സ്ക്രീൻ പ്രസൻസ് ഒറ്റ ഫ്രെയിമിൽ രണ്ടുപേരും നടന്നു വരുന്ന സീനൊക്കെ ഉണ്ടെങ്കിൽ തിയേറ്റർ കത്തിച്ചാമ്പലം അമ്മാരി ഓറായും അമ്മാരി വിളിയും കൂലൊക്കെ ആയിരിക്കും. ഇതിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവരും ക്ലൈമാക്സിലും എല്ലാം ആയിരിക്കും മിക്കവാറും സ്പെഷ്യൽ അപ്പിയറൻസും എല്ലാം വരാനാണ് ചാൻസ് കൂടുതലെന്നാണ് എൻ്റെ ഒരു നിഗമനം. ഇതിൽ ദിലീപും ലാലേട്ടനും കൂടെ ഒരുമിച്ച് നടന്നു വരുമ്പോൾ തളപതി വിജയുടെ ഒരു പാട്ട് ഏതെങ്കിലും ഇടും. ശിവന് ശക്തി എന്ന മാസ്റ്ററായ അങ്ങനെ ഏതെങ്കിലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പാട്ടിട്ട് എൻ്റെ ഒരു ഗസ്സാണ് ചിലപ്പോൾ ഇങ്ങനെയും നടന്നേക്കാം. കാരണം തിയേറ്റർ ആ ഒരു ക്രേസിനെസ് വർത്തിയാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം ഈ റെഫറൻസും അല്ലെങ്കിൽ ഈ ഒരു സീക്വൻസും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പടത്തിന് വീണ്ടും ഹൈപ്പ് കൂടും, പടം കാണുന്നവർക്ക് ആ ഒരു എൻഗേജ്മെന്റ് കൂടും, മൊത്തത്തിലൊരു നല്ല സിനിമയും കൂടെ കിട്ടിയ ബോക്സ് ഓഫീസിലും നല്ലൊരു പൊളി പൊളിക്കും, തിയേറ്ററിലും നല്ലൊരു പൊളി പൊളിക്കും, പ്രേക്ഷകന്റെ മനസ്സിലും നല്ലൊരു പൊളി പൊളിക്കും. പക്ഷെ എന്നാലും എനിക്ക് തോന്നിയ ഒരു കാര്യം, ലാലേട്ടനെ വെച്ചാണ് ഇവർ ആ ഒരു സ്പെഷ്യൽ ക്യാമിയോ അപ്പിയറൻസ് എല്ലാവരും അറിഞ്ഞു എന്നറിഞ്ഞതിന് ശേഷം ലാലേട്ടനെ വെച്ചാണ് ഇവരെ ആ ഒരു പ്രൊജക്റ്റ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. പലപ്പോഴും എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. ലാലേട്ടൻ്റെ ഫ്രണ്ടിൽ വെച്ചാണ് ഈ ഒരു പ്രൊഡക്റ്റ് അവർ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി നോക്കുന്നത്. ആൻഡ് അത് ഇപ്പം പലപ്പോഴും പോസ്റ്റേഴ്സിലും കാര്യങ്ങളിലൊക്കെ തന്നെയാണ് പറയുന്നത്. കണ്ടു നോക്കാം എങ്ങനെയായിരിക്കും സിനിമ. ദിലീപ് തിരിച്ചു വരണമെന്ന് തന്നെയാണ് എൻ്റെയും ആഗ്രഹം. ദിലീപിൻ്റെ ഒരു നല്ലൊരു റോൾ തന്നെ ആവട്ടെ. ആൻഡ് വിനീത് ശ്രീനിവാസൻ അങ്ങനെ വെറുപ്പിക്കാതിരിക്കട്ടെ. അപ്പോൾ അതൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ആ ടീസറിൽ ഉടനെ ഇവനെ പൂട്ടനോ അവൻ്റെ മന്ത്രിക്കണോ അവൻ്റെ തന്തയാണെന്ന് അങ്ങനെ അതെനിക്ക് സത്യം പറഞ്ഞാൽ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ലോജിക്ക് ഇല്ലെങ്കിൽ കൂടെ സിനിമ കാണുമ്പോഴും നമുക്ക് എൻ്റർടൈൻ ആവണം, അല്ലെങ്കിൽ സിനിമ ശരിയാവൂല. അപ്പോൾ എൻ്റെ ഒരു വിശ്വാസത്തിൽ ഇവർ
എങ്ങനെയെങ്കിലും എൻ്റർടൈൻ ചെയ്ത് പ്രേക്ഷകരെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് ദിലീപ് ഏട്ടനെയും കൂടെ രക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് ഈ സിനിമ കൊണ്ടുവരുന്നത്. അതിനുള്ള മാക്സിമം പൊട്ടൻഷ്യൽ അതിനെന്തൊക്കെ ചെയ്യാന്നുള്ള രീതിയിൽ അവർ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയാലും അല്ലെങ്കിൽ സിനിമ വൈസ് ആയാലും അല്ലെങ്കിൽ അവർക്ക് ഹൈപ്പ് കൂട്ടാനായാലും എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നു എന്നുള്ള രീതിയിൽ അവരെല്ലാം ചെയ്തു നോക്കുന്നുണ്ട്. അതൊക്കെയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ആൻഡ് ഡിസംബർ 18-നാണ് സിനിമ റിലീസ് ചെയ്യുന്നത്. മെജോറിറ്റി പേരും കാത്തിരിക്കുന്നത്, സത്യം പറഞ്ഞാൽ ഞാൻ ഉള്ളത് പറയാം, ജനപ്രിയ നായകൻ ദിലീപിൻ്റെ തിരിച്ചുവരവ് വേണം. പക്ഷെ എന്നാൽ എല്ലാവരും കാത്തിരിക്കുന്നത് ലാലേട്ടൻ്റെ ആ സ്പെഷ്യൽ അപ്പിയറൻസിന് വേണ്ടിയിട്ടാണ്. അതിന് സത്യം തുറന്ന് എല്ലാവരോടും ചോദിച്ചു നോക്കുക, ഉള്ളവരെല്ലാവരും അങ്ങനെ പറയും. പക്ഷെ എന്നാൽ രണ്ടുപേരും ഒരുമിച്ച് തളപതി വിജയുടെ ഒരു പാട്ടിലും കൂടെ വന്നൊരു സ്റ്റെൻഡിങ് കാര്യങ്ങളൊക്കെ വരണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. കണ്ടുപോകാൻ എങ്ങനെയായിരിക്കും. പക്ഷെ ബബ്ബ ഭയം ഭക്തി ബഹുമാനം ധനഞ്ജയ് ശങ്കറുടെ സിനിമ ഗോകുലം ഗോപാലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമ കണ്ടുപോകാം എങ്ങനെയായിരിക്കുമെന്ന്. നല്ല സിനിമ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.